ഹായ് ഗൈസ്, എം ക്യൂബിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് അവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലെ 2 പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ആ ചാപ്റ്ററിന്റെ റിമൈനിങ് ആയിട്ടുള്ള പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാമെന്നും അതുപോലെ തന്നെ എങ്ങനെ ടാൻജന്റ് കണ്ടുപിടിക്കാം എന്നുള്ളതും ഈ 2 കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിലോട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലോട്ട് കടക്കാം. സോ ഡിയേഴ്സ്, നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ഗ്രാഫിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പൊ പോളാർ കോർഡിനേറ്റ്സിനെ ഗ്രാഫിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു കാര്യം അറിഞ്ഞു വെച്ചിരിക്കണം, അവരുടെ സിമ്മട്രിനെ കുറിച്ചിട്ട്. ഓക്കെ, സോ സിമ്മട്രി എന്ന് പറയുമ്പോൾ 3 ടൈപ്പിലാണ് നമുക്ക് സിമ്മട്രി വരിക. എക്സ് ആക്സിസുമായിട്ടുള്ള സിമ്മട്രി, വൈ ആക്സിസുമായിട്ടുള്ള സിമ്മട്രി, അതേപോലെ ഒറിജിൻ ആ പോളുമായിട്ടുള്ള സിമ്മട്രി എന്നിങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ഇവരുടെ സിമ്മട്രീസിനെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് സിമ്മട്രി എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കി നോക്കാം, എന്നിട്ട് അതിനെ പോളാർ കോർഡിനേറ്റ്സിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, അതായത് നമ്മുടെ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെയാണല്ലോ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. നമ്മൾ നോർമലി വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ഒരാൾ സിമെട്രിക്കൽ ആണെന്ന് വിചാരിക്കുക. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് സിമെട്രിക്കൽ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം ഇതാണല്ലോ നമ്മുടെ എക്സ് ആക്സിസ്. ആ എക്സ് ആക്സിസിന്റെ മുകളിൽ ഗ്രാഫ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ താഴെ ഉണ്ടാവും, അല്ലെങ്കിൽ വൈസ് വേഴ്സ. താഴെ എങ്ങനെയാണ് ഗ്രാഫ് ഉള്ളത് അതുപോലെ തന്നെ മുകളിൽ ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ ഗ്രാഫ് മുകളിൽ വന്നിട്ട് ഇങ്ങനെയാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ അത് എക്സ് ആക്സിസിന് സിമെട്രിക്കൽ ആണെങ്കിൽ അതേപോലെ തന്നെ സെയിം ഡയമെൻഷൻസിൽ താഴോട്ടേക്കും ഉണ്ടാവും. സോ അങ്ങനെ എന്തെങ്കിലാണ് അത് എക്സ് ആക്സിസിന് സിമെട്രിക്കൽ ആകുക. ഓക്കെ, മറ്റൊന്ന് വരയ്ക്കാം. അവിടെ തന്നെ ഞാൻ വരച്ച് കാണിക്കാൻ ശ്രദ്ധിച്ചോളൂ. ഉദാഹരണത്തിന് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ ഉണ്ടാവണം? അതേപോലെ താഴെ ഉണ്ടാവണം. ഞാനിപ്പോ കൈകൊണ്ട് വരയ്ക്കുമ്പോൾ ഡയമെൻഷൻസിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ മുകളിൽ എങ്ങനെയുണ്ടോ അതേപോലെ താഴെ, അല്ലെങ്കിൽ താഴെ എങ്ങനെയുണ്ടോ അതുപോലെ മുകളിൽ ഉണ്ടെങ്കിലാണ് അത് എക്സ് ആക്സിസിന് എന്താവുള്ളൂ? സിമെട്രിക്കൽ ആവുള്ളൂ. ഇനി അതേ തന്നെ വൈ ആക്സിസിലോട്ട് നോക്കുകയാണെങ്കിലോ, ഇതാണ് നമ്മുടെ വൈ ആക്സിസ് ആണല്ലോ. അപ്പൊ വൈ ആക്സിസിന്റെ റൈറ്റ് സൈഡിൽ എന്താണ് ഗ്രാഫ് ഉള്ളത് അതിന്റെ മിറർ ഇമേജ് പോലെ ലെഫ്റ്റ് സൈഡിലോട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എന്താണ് ഉള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റ് സൈഡിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് അത് വൈ ആക്സിസിന് സിമെട്രിക്കൽ ആവുള്ളൂ. അപ്പൊ മനസ്സിലാക്കിയാൽ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടെങ്കിൽ വൈ ആക്സിസിന്റെ ഭാഗത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഉദാഹരണത്തിന് ഞാൻ എങ്ങനെ വരയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പോ ഇത് വൈ ആക്സിസ് സിമെട്രിക്കൽ ആവണമെന്നുണ്ടെങ്കിൽ അതേപോലെ ഇപ്പുറത്തുണ്ടാവണം, ലെഫ്റ്റ് സൈഡ് ഉണ്ടാവണം. ഞാൻ ഇപ്പൊ റൈറ്റ് സൈഡ് വരച്ചതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ഉണ്ടാവണം. സപ്പോസ് ലെഫ്റ്റ് സൈഡ് ആണ് വരച്ചതെങ്കിലോ അതേപോലെ റൈറ്റ് സൈഡ് ഉണ്ടാവണം. അപ്പോ ഞാനൊന്ന് വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വന്നാൽ മാത്രമാണ് അത് എന്താവുക? വൈ ആക്സിസിന് സിമെട്രിക്കൽ ആവുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് സിമെട്രി എന്ന് പറയുന്നത്. അപ്പുറത്ത് എന്തുണ്ടോ അതേപോലെ ഇപ്പുറത്തുണ്ടാവണം. ഓക്കെ, ഇനി എന്തായിരിക്കും നമ്മുടെ ഒറിജിൻ ആ പോൾ വെച്ചിട്ടുള്ളത്? സോ പോൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഒറിജിൻ വെച്ചിട്ടുള്ള നമ്മുടെ സിമെട്രി നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഒറിജിന് ആ ഒരു പോയിന്റ് എവിടെയാണ് ഉള്ളത് അതേ പോയിന്റ് നേരെ ഓപ്പോസിറ്റിലോട്ട് വന്നാലും കിട്ടണം. അതാണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം അറിഞ്ഞു വെക്കുക, ഒരു ഗ്രാഫ് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും സിമെട്രിക്കൽ ആണെങ്കിൽ, ഒരേ സമയം എക്സിനും വൈക്ക് സിമെട്രിക്കൽ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പോളിനും, അതായത് നമ്മുടെ ആക്സിസിന്റെ സെന്ററിനും സിമെട്രിക്കൽ ആയിരിക്കും. ഓക്കെ, ഒറിജിനും അത് സിമെട്രിക്കൽ ആയിരിക്കും. അപ്പൊ ഒരേ സമയം ചില ഗ്രാഫുകൾ ചിലപ്പോൾ എക്സ് ആക്സിസിന് മാത്രം സിമെട്രിക്കൽ ആയിരിക്കും, ചിലപ്പോ വൈ ആക്സിസിന് മാത്രം സിമെട്രിക്കൽ ആയിരിക്കും, ചിലത് രണ്ടിനും സിമെട്രിക്കൽ ആയിരിക്കും. അങ്ങനെ രണ്ടിനും സിമെട്രിക്കൽ ആണെങ്കിൽ അത്തരം ഗ്രാഫുകൾ എന്തുകൂടി ആയിരിക്കും? ഒറിജിനെ സംബന്ധിച്ചും സിമെട്രിക്കൽ ആയിരിക്കും. സോ ഫൈനലായിട്ട് നമുക്ക് അതുകൂടി ഒന്ന് കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ ഒറിജിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒറിജിൻ. അപ്പൊ ഒറിജിനെ വെച്ചിട്ട് ഉദാഹരണത്തിന് ഇങ്ങനെ ഞാൻ വരച്ചു എന്ന് വിചാരിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടാവണം, ഇങ്ങനെ ഉണ്ടാവണം. അതിന് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഒറിജിനെ സംബന്ധിച്ചിട്ട് എന്താവുള്ളൂ? സിമെട്രിക്കൽ ആവുള്ളൂ. സോ ഒറിജിൻ അങ്ങോട്ടേക്ക് എന്ത് പോകണം അതേപോലെ ഇങ്ങോട്ടേക്കും വരാം. ഇനി ആ ഡയറക്ഷൻ തന്നെ ആവുന്നില്ല, ഈ ഡയറക്ഷൻ വരാം. എങ്ങനെ വേണമെങ്കിലും അത് ഏത് ഭാഗത്തോട്ട് വരും, 360 ഡിഗ്രിയിൽ എങ്ങനെ വേണമെങ്കിലും വരാം. നമുക്കൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നു മാത്രം. ഓക്കെ, അപ്പൊ എന്താണ് സിമെട്രിക്കൽ എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പേജ് നമ്പർ 19 നമ്മുടെ സപ്ലിമെന്ററിയിലെ 13ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദി സിമെട്രീസ് ഓഫ് ദ ഗ്രാഫ് R is equal to cos 3 theta.
ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മുടെ പോളാർ കോർഡിനേറ്റ്സിലോട്ട് നമ്മൾ സിമ്മെട്രി കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പൊ ഇതിപ്പോ സിമ്മെട്രി എന്തെന്ന് അറിയാൻ വേണ്ടി കാണിച്ചു തന്നു മാത്രം. ഇനി നമുക്ക് നമ്മുടെ അതിന്റെ പോളാർ കോർഡിനേറ്റ്സിലോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു തന്നിട്ടുള്ള ഫംഗ്ഷൻ എക്സിന് സിമെട്രിക്കൽ ആണോ, വൈക്ക് സിമെട്രിക്കൽ ആണോ, ഒറിജിന് സിമെട്രിക്കൽ എന്ന് അറിയാൻ നമുക്ക് 1-2 ഓപ്പറേഷൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് ഓപ്പറേഷൻസ് എന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ഫംഗ്ഷൻ എക്സ് ആക്സിസിന് സിമെട്രിക്കൽ ആണെങ്കിൽ നമ്മൾ സാധാരണ പോളാർ കോർഡിനേറ്റ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ആർ കോമ തീറ്റ എങ്ങനെയാണല്ലോ റെപ്രസെന്റ് ചെയ്യുക അല്ലെ? ആർ കോമ തീറ്റ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഓർ ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. അപ്പൊ ഇനി എക്സ് ആക്സിസിന് സിമെട്രിക്കൽ ആണെങ്കിൽ, എക്സ് ആക്സിസിന് സിമെട്രിക്കൽ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ തീറ്റയ്ക്ക് പകരം നമ്മൾ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടണം. എങ്ങനെ? നമ്മുടെ ഫംഗ്ഷൻ സാധാരണ നമ്മൾ എങ്ങനെ എഴുതുക? ആർ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. ഇതേ ആൻസർ തന്നെ കിട്ടണം എപ്പോൾ? തീറ്റയ്ക്ക് പകരം നമ്മൾ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അതായത് എഫ് ഓഫ് തീറ്റയും എഫ് ഓഫ് മൈനസ് തീറ്റയും സെയിം ആൻസർ ആണെങ്കിൽ അത്തരം ഫംഗ്ഷൻസ് എന്താണ്? എക്സ് ആക്സിസിന്റെ സിമെട്രിക്കൽ ആണ് നമുക്ക് പോളാർ കോർഡിനേറ്റ്സിന്റെ കാര്യത്തിൽ പറയാം. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് കോസിനെ വെച്ച് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കോസ് തീറ്റ എന്ന് പറയുന്നതും കോസ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് സെയിം ആണ് അല്ലെ? നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുള്ളതാണ് കോസ് മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന്. അപ്പൊ ഇവിടെ തീറ്റ എന്നുള്ളതിന് പകരം മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ആൻസർ സെയിം ആണ്. അതായത് ഇപ്പൊ കോസ് π/4 എടുത്താൽ അത് 1/√2. കോസ് മൈനസ് π/4 എടുത്താലും അത് എന്ത് തന്നെയാണ്? 1/√2 തന്നെയാണ്. സോ ഇത്തരം ഫംഗ്ഷൻസിനെയാണ് നമുക്ക് എന്ത് പറയാൻ സാധിക്കുക? എക്സ് ആക്സിസിനെ സിമെട്രിക്കൽ എന്ന് പറയാൻ സാധിക്കുക. അപ്പൊ ഇതിന്റെ റീസൺസ് ആണ് ഇപ്പൊ പറഞ്ഞത്. എന്താണ് എക്സ് ആക്സിസിന് സിമെട്രിക്കൽ എന്ന് അത് കണ്ടുപിടിക്കാനായിട്ടുള്ള എളുപ്പ വഴി നോക്കുകയാണെങ്കിൽ, നമുക്കൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ ഗ്രാഫിൽ ഇതുപോലെ ആർ കോമ തീറ്റ, ഓക്കെ, ഇതുപോലെ ആർ കോമ തീറ്റ എന്നൊരു പോയിന്റ് ഉണ്ടെങ്കിൽ അതേ ഗ്രാഫിൽ, അതേ ഫിഗറിൽ, അതേ പോളാർ കോർഡിനേറ്റിന്റെ ഫിഗറിൽ ആർ കോമ മൈനസ് തീറ്റ എന്ന് പറഞ്ഞ പോയിന്റും കൂടി ഉണ്ടെങ്കിൽ അത് എക്സ് ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും. അപ്പൊ അത് പറഞ്ഞത് നമ്മുടെ എന്താണ് സിമെട്രിക്കൽ എന്നുള്ളതിന്റെ ഉദ്ദേശം, എക്സ് ആക്സിസിന് സിമെട്രിക്കൽ എന്നതിന്റെ ഉദ്ദേശം ഞാൻ കണ്ടുപിടിക്കാനായിട്ടുള്ള വഴിയാണ്. ഇപ്പൊ ഇത് പ്ലെയിൻ ആ ഒരു ഗ്രാഫിൽ ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ആർ ഉണ്ടാവണം? ആർ കോമ മൈനസ് തീറ്റയും ഉണ്ടാവണം. അതിന് ആർ കോമ മൈനസ് തീറ്റയും ഉണ്ടെങ്കിൽ അത് എക്സ് ആക്സിസിന് സിമെട്രിക്കൽ ആണ്. അല്ലെങ്കിൽ മൈനസ് ആർ കോമ പൈ മൈനസ് തീറ്റ ഉണ്ടാവണം. മൈനസ് ആർ കോമ പൈ മൈനസ് തീറ്റ. സോ ആർ കോമ തീറ്റ എന്നുള്ള പോയിന്റ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം ഗ്രാഫുകൾ അല്ലെങ്കിൽ അത്തരം ഫംഗ്ഷൻസ് എന്തായിരിക്കും? എക്സ് ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും. കേട്ടല്ലോ? ഓക്കെ, അതിന് വൈ ആക്സിസിന് സിമെട്രിക്കൽ നോക്കാം. വൈ ആക്സിസിന് സിമെട്രിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തീറ്റ എന്നുള്ളതിന് പകരം പൈ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂ മാറാൻ പാടില്ല. നമ്മളിവിടെ എക്സ് ആക്സിസിന് എന്ത് പറഞ്ഞു? തീറ്റയ്ക്ക് പകരം മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂ മാറരുതെന്ന്. അതേപോലെ ഇവിടെ എന്താണ്? തീറ്റയ്ക്ക് പകരം പൈ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂ മാറാൻ പാടില്ല. വിച്ച് മീൻസ് if എഫ് ഓഫ് തീറ്റയും എഫ് ഓഫ് പൈ മൈനസ് തീറ്റയും സെയിം ആണെങ്കിൽ those functions are symmetrical about the x-axis, y-axis, symmetrical about the y-axis. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ അത് കണ്ടീഷൻ ഇതുപോലെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. വൺസ് അഗൈൻ നമുക്ക് തന്നിട്ടുള്ള ഫിഗറിൽ ആർ കോമ തീറ്റ എന്നുള്ള ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ആർ കോമ പൈ മൈനസ് തീറ്റ എന്നൊരു പോയിന്റും കൂടി ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? വൈ ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും. അല്ലെങ്കിലോ മൈനസ് ആർ കോമ മൈനസ് തീറ്റ എന്ന പോയിന്റ് കൂടി ഉണ്ടാവണം. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, ഈ ആർ കോമ തീറ്റ എന്ന പോയിന്റിന്റെ കൂടെ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആ ഗ്രാഫിൽ പ്രസന്റഡ് ആണെങ്കിൽ ദോസ് ഫംഗ്ഷൻസ് ആർ സിമെട്രിക്കൽ അബൌട്ട് ദി വൈ ആക്സിസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാര്യം മനസ്സിലായല്ലോ? ആൻഡ് ഫൈനലി സിമെട്രിക്കൽ അബൌട്ട് ദി ഒറിജിൻ. സോ ഒറിജിനെ സംബന്ധിച്ച് നമ്മൾ സിമെട്രി നോക്കുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെയാണ്. ആർ കോമ തീറ്റ എന്നൊരു പോയിന്റ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ആർ കോമ പൈ പ്ലസ് തീറ്റ എന്നൊരു പോയിന്റ് കൂടി ഉണ്ടെങ്കിൽ അത് സിമെട്രിക്കൽ ആയിരിക്കും അബൌട്ട് ദി ഒറിജിൻ. സോ ഇഫ് ആർ കോമ തീറ്റ എന്നൊരു പോയിന്റ് ആ ഗ്രാഫിൽ പ്രസന്റഡ് ആണെങ്കിൽ
കറസ്പോണ്ടിങ് ടു ദാറ്റ് ആരെന്താവണം ആർ കോമ പൈ പ്ലസ് തീറ്റ എന്നുള്ളൊരു പോയിന്റ് കൂടി ഉണ്ടെങ്കിൽ അത് സിമെട്രിക്കൽ അബൌട്ട് ഒറിജിൻ ആയിരിക്കും. ഓർ ഇൻ അനദർ വേർഡ്സ് മൈനസ് ആർ കോമ തീറ്റ, മൈനസ് ആർ കോമ തീറ്റ ആ പോയിന്റ് ഉണ്ടെങ്കിലും അത് വൈ ആക്സിസിന് എന്തായിരിക്കും ഒറിജിൻ എന്തായിരിക്കും സിമെട്രിക്കൽ ആയിരിക്കും. സോ ഇതുണ്ടെങ്കിൽ ഈ രണ്ടുപേരിൽ ആരുണ്ടെങ്കിലും ഇറ്റ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് ദി ഒറിജിൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ബേസിസിൽ നമുക്ക് ആർ ഈക്വൽ ടു കോസ് 3 തീറ്റ എന്നൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ ആർ ഈക്വൽ ടു കോസ് 3 തീറ്റ, അതായത് എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു കോസ് 3 തീറ്റ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ. അപ്പൊ ആദ്യം നമുക്ക് എക്സ് ആക്സിസിന്റെ സിമെട്രി നോക്കാം. എക്സ് ആക്സിസ് സിമെട്രി എങ്ങനെ നോക്കാം? തീറ്റയ്ക്ക് വരാം മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എഫ് ഓഫ് മൈനസ് തീറ്റ കണ്ടുപിടിക്കാം. അതെന്താണ് വരിക? കോസ് 3 ഇൻറ്റു മൈനസ് തീറ്റ എന്ന് വരും അല്ലെ. തീറ്റ എന്നുള്ളത് മൈനസ് തീറ്റ, അങ്ങനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ കോസ് മൈനസ് 3 തീറ്റ അതെന്ത് തന്നെയാണ്? കോസ് 3 തീറ്റ തന്നെയാണ്. കാരണം കോസ് മൈനസ് എക്സ് എന്ത് തന്നെയാണ്? കോസ് എക്സ് തന്നെയാണ് നമുക്കറിയാം. അപ്പൊ കോസ് മൈനസ് 3 തീറ്റ എന്ത് തന്നെയാണ്? കോസ് 3 തീറ്റ തന്നെയാണ്, അതായത് എഫ് ഓഫ് തീറ്റ. സോ എഫ് ഓഫ് മൈനസ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്ന് കിട്ടി. അതിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? സിമെട്രിക്കൽ അബൌട്ട് എക്സ് ആക്സിസ്. ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ എക്സ് ആക്സിസിന് സിമെട്രിക്കൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി വൈ ആക്സിസിന്റെ സിമെട്രിക്കൽ നോക്കാം. സോ വൈ ആക്സിസിന്റെ സിമെട്രി നമ്മൾ എങ്ങനെയാ നോക്കുക? തീറ്റയ്ക്ക് പകരം പൈ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലെ. അപ്പോ എഫ് ഓഫ് പൈ മൈനസ് തീറ്റ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സോ എഫ് ഓഫ് പൈ മൈനസ് തീറ്റ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? കോസ് 3 പൈ മൈനസ് തീറ്റ ആണല്ലോ. എഫ് ഓഫ് തീറ്റ കോസ് 3 തീറ്റ ആണെങ്കിൽ എഫ് ഓഫ് പൈ മൈനസ് തീറ്റ എന്തായിരിക്കും? കോസ് 3 ഇൻറ്റു പൈ മൈനസ് തീറ്റ ആണല്ലോ. അപ്പൊ അതിന് ഒന്ന് റിയലൈസ് ചെയ്താൽ എന്ത് ചെയ്താം? കോസ് 3 പൈ മൈനസ് 3 തീറ്റ എന്ന് എഴുതാനായിട്ട് സാധിക്കും അല്ലെ. എങ്ങനെ എഴുതുക? കോസ് 3 പൈ മൈനസ് 3 തീറ്റ. അപ്പൊ അതിന് ആൻസർ എന്ത് വരും? നമുക്കറിയാം കോസ് എക്സ് മൈനസ് വൈ എന്താണ്? കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. അപ്പൊ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ഇത് എന്ത് വരും? കോസ് 3 പൈ കോസ് 3 തീറ്റ പ്ലസ് സൈൻ 3 പൈ സൈൻ 3 തീറ്റ ഇങ്ങനെയാണോ വരിക? ഓക്കെ. ഇനി കോസ് 3 പൈ എത്രയാണ്? മൈനസ് 1 നമുക്കറിയാം. സോ മൈനസ് 1 ഇൻറ്റു കോസ് 3 തീറ്റ അത് മൈനസ് കോസ് 3 തീറ്റ എന്ന് വരും അല്ലെ. ഇനി സൈൻ 3 പൈ എത്രയാണ്? അത് 0. അപ്പൊ 0 ഇൻറ്റു സൈൻ 3 തീറ്റ അത് 0. ഇത് മൊത്തത്തിൽ 0 ആയി. അപ്പൊ ഇത് നമ്മുടെ എഫ് ഓഫ് തീറ്റയ്ക്ക് ഈക്വൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. സോ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ അല്ലെ. അപ്പൊ എഫ് ഓഫ് പൈ മൈനസ് തീറ്റ എന്തിന് ഈക്വൽ അല്ല? എഫ് ഓഫ് തീറ്റയ്ക്ക് ഈക്വൽ അല്ല. അതുകൊണ്ട് നോട്ട് സിമെട്രിക്കൽ അബൌട്ട് വൈ ആക്സിസ്. ദെൻ ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇയാള് ഒറിജിനെ, അതായത് നമ്മളെ കോഡിനെ സിമെട്രിക്കൽ അല്ല എന്ന് പറയാൻ പറ്റും. എന്നാൽ അതും കൂടി ഒന്ന് നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. ഒറിജിനെ കാര്യം നോക്കുമ്പോൾ തീറ്റയ്ക്ക് വരാം പൈ പ്ലസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ പൈ പ്ലസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് പൈ പ്ലസ് തീറ്റ ഈക്വൽ ടു, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ ഇതാണ് കോസ് 3 പൈ പ്ലസ് 3 തീറ്റ എന്ന് വരും. അപ്പൊ അത് ഇതുപോലെ എഴുതുമ്പോൾ കോസ് 3 പൈ കോസ് 3 തീറ്റ മൈനസ് സൈൻ 3 പൈ സൈൻ 3 തീറ്റ which is equal to minus cos 3 തീറ്റ തന്നെയാണ് കിട്ടുക. again not equal to f of theta. so not symmetrical about the origin. കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിമെട്രി നോക്കേണ്ടത്. ഇനി നമുക്ക് ഒരു പോളാർ കർവിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് പഠിക്കാം. ഓക്കെ. അപ്പൊ നമുക്കറിയാം സാധാരണ നമ്മൾ കർവിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അതേപോലെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റവും പോളാർ കോർഡിനേറ്റ് സിസ്റ്റം തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം. കാർട്ടീഷ്യനിലുള്ള എക്സ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയാണ്, വൈ എന്ന് പറയുന്നതാണെങ്കിലോ ആർ സൈൻ തീറ്റയുമാണ്. ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഡെറിവേറ്റീവ് അല്ല എടുക്കേണ്ടത്. ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ഡി ആർ ബൈ ഡി തീറ്റ അല്ല കണ്ടുപിടിക്കേണ്ടത്, അതായത് എഫ് ഡാഷ് ഓഫ് തീറ്റ അല്ല കണ്ടുപിടിക്കേണ്ടത്. മറിച്ച് സ്ലോപ്പ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡി വൈ ബൈ ഡി എക്സ് തന്നെയാണ്. ഇതാണ് നമ്മുടെ സ്ലോപ്പ്, ഡി വൈ ബൈ ഡി എക്സ്. പക്ഷെ വൈ എക്സിന്റെ ഒരു ഫംഗ്ഷൻ അല്ല, തീറ്റയുടെ ഫംഗ്ഷൻ ആണ്. അതേപോലെ എക്സും തീറ്റയുടെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡി വൈ ബൈ ഡി തീറ്റ കണ്ടുപിടിച്ചിട്ട് അതിനെ ഡി എക്സ് ബൈ ഡി തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഡി വൈ ബൈ ഡി എക്സ് കിട്ടുക. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം.
ഡി ബൈ ഡി തീറ്റ ഓഫ് വൈ എന്നുള്ള പകരം ആർ സൈൻ തീറ്റ എന്ന് കൊടുക്കണം. അല്ല, ആർ എന്ന് എഴുതുന്നതിന് പകരം എഫ് ഓഫ് തീറ്റ എന്ന് ഞാൻ എഴുതാം. അപ്പൊ അതെന്ത് വരും? എഫ് ഓഫ് തീറ്റ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഡി ബൈ ഡി തീറ്റ ഓഫ്, ഇനി എക്സ് ആണ്, എക്സ് എന്ന് വെച്ചാൽ ആർ കോസ് തീറ്റ ആണ്. മനസ്സിലാക്കാൻ ആർ എന്നുള്ളതിന് പകരം എഫ് ഓഫ് തീറ്റ കൊടുത്താൽ എഫ് ഓഫ് തീറ്റ കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് വരിക. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഡെറിവേഷൻ കണ്ടുപിടിക്കണം, ഡിഫറൻഷിയേഷൻ ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യണം, സോറി പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോ എക്സ് ഇൻറ്റു വൈ എന്നുള്ള ഫോർമാറ്റ് ആണ്, അല്ലെങ്കിൽ യു ഇൻറ്റു വി എന്നുള്ള ഫോർമാറ്റ് ആണ്. അപ്പൊ എന്താണ് വരിക? യു ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ്, അതാണ് നമ്മുടെ ഇക്വേഷൻ ആണല്ലോ. അപ്പൊ ആ ഒരു മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോ എഫ് ഡാഷ് ഓഫ് തീറ്റ ഇൻറ്റു അതിന് അതേപോലെ തന്നെ നിർത്താം സൈൻ തീറ്റ അല്ലേ, പ്ലസ് എഫ് ഓഫ് തീറ്റ അങ്ങനെ തന്നെ നിർത്താം ഇൻറ്റു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. ഇങ്ങനെയാണ് വരിക. ഇതിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു അത് പ്ലസ് അതിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഇത്, അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഡിവൈഡഡ് ബൈ ഇവിടെ അതുപോലെ തന്നെ അല്ലേ. അപ്പൊ എഫ് ഡാഷ് ഓഫ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് എഫ് ഓഫ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ. കാരണം കോസ് തീറ്റന്റെ ഡെറിവേറ്റീവ് എന്താണ്? അത് മൈനസ് സൈൻ തീറ്റ ആണ്. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഈ മൈനസിനെ കുട്ടിനെ ഞാൻ ഇവിടെ ഫ്രണ്ടിൽ ഇടാൻ പോകണം. ഓക്കെ, കാരണം രണ്ടുപേരും മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. ഈ മൈനസിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. ഓക്കെ, ഇനി ഇക്വേഷൻ ത്രൂ ഔട്ട് കോസ് തീറ്റ വെച്ചിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ത്രൂ ഔട്ട് കോസ് തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ. ഇതിനെ കോസ് തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എഫ് ഡാഷ് ഓഫ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് വരും. ആ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഞാൻ ടാൻ തീറ്റ എന്ന് എഴുതാൻ പോകണം. അപ്പൊ അതെന്ത് വരും? എഫ് ഡാഷ് ഓഫ് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് ഇവിടെയോ കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 ആവും. അപ്പൊ ബാക്കി ആരും മാത്രം ഉണ്ടാവും? എഫ് ഓഫ് തീറ്റ മാത്രം ഉണ്ടാവും അല്ലേ, ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെയും കോസ് തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് വരും? എഫ് ഡാഷ് ഓഫ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ വരും. കോസും കോസും മനസ്സിലാക്കി ക്യാൻസൽ ചെയ്ത് പോകും. നമുക്കവിടെ ബാക്കി എഫ് ഡാഷ് ഓഫ് തീറ്റ വരും മൈനസ് ഇവിടെയോ എഫ് ഓഫ് തീറ്റ ടാൻ തീറ്റ എന്ന് വരും. സോ ഇതാണ് നമുക്ക് നമ്മുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. സോ dy by dx is equal to f dash of theta tan theta plus f of theta divided by f dash of theta minus f of theta into tan theta. കേട്ടല്ലോ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പൊ ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഫ് ഡാഷ് ഓഫ് തീറ്റ കണ്ടുപിടിക്കാം. നേരെ അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അല്ലാണ്ട് ഇതൊന്നും ചെയ്യണം നിർബന്ധമില്ല. ഇതൊക്കെ ഇക്വേഷനിലോട്ടുള്ള ഡെറിവേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആർ ഈക്വൽ എഫ് ഓഫ് തീറ്റ എന്നിട്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? അവന്റെ ഡെറിവേറ്റീവ് എടുക്കാം, എഫ് ഡാഷ് ഓഫ് തീറ്റ എടുക്കാം, പിന്നെ ടാൻ തീറ്റ കണ്ടുപിടിക്കുക, പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് മൊത്തം ചെയ്താൽ മതി. അപ്പൊ എന്തായാലും ഫംഗ്ഷൻ തന്നിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. മനസ്സിലായി സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ചോദ്യം 15ാമത്തെ ചോദ്യം. ഓക്കെ, പേജ് നമ്പർ 19 15ാമത്തെ ചോദ്യം. ആർ ഈക്വൽ ടു കോസ് 3 തീറ്റയാണ് തന്നിട്ടുള്ളത്. അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം അറ്റ് -1, π/3. അവരെന്നെ തന്നിട്ടുള്ള ആൻസർ -1/√3 എന്ന് അത് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ആർ ഈക്വൽ ടു കോസ് 3 തീറ്റ. ഇതാണ് എഫ് ഓഫ് തീറ്റ. എഫ് ഓഫ് തീറ്റ ആണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? എഫ് ഡാഷ് ഓഫ് തീറ്റ വേണം. അപ്പൊ ആദ്യം അത് കണ്ടുപിടിക്കാം. സോ എഫ് ഡാഷ് ഓഫ് തീറ്റ ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് 3 തീറ്റ അല്ലെ. അപ്പൊ കോസ് 3 തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ 3 തീറ്റ ഇൻറ്റു ഈ 3 തീറ്റയുടെ ഡെറിവേറ്റീവ് ഉണ്ടല്ലോ, 3 തീറ്റയുടെ ഡെറിവേറ്റീവ് ഉണ്ട്. അതെന്താണ്? അത് 3 ആണ് അല്ലെ, അത് 3 ആണ്. അപ്പൊ ഈക്വൽ ടു -3 സൈൻ 3 തീറ്റ എന്ന് വരും. ഇതാണ് എഫ് ഡാഷ് ഓഫ് തീറ്റ വരിക. ഓക്കെ, ഇനി ടാൻ തീറ്റ വേണം. തീറ്റ എത്ര വന്നിട്ടുള്ളത്? -1, π/3 എന്നാണ് നമുക്ക് കോർഡിനേറ്റ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, -1, π/3. അപ്പൊ ടാൻ π/3 കണ്ടുപിടിക്കണം. സോ ടാൻ π/3 ഈക്വൽ ടു ടാൻ π/3 എന്ന് പറഞ്ഞാൽ π/3 എന്ന് വെച്ചാൽ എത്രയാണുള്ളത്? അപ്പൊ ടാൻ π/3 എത്രയാണ്? π/3 എന്ന് വെച്ചാൽ 60. ടാൻ 60 എന്ന് പറയുന്നത് √3 ആണ്. അപ്പൊ നമുക്കറിയാം അത് √3 ആണ്. അതേപോലെ എഫ് ഡാഷ് ഓഫ് തീറ്റയാണ് ഇത് കിട്ടിയത്. അപ്പൊ എഫ് ഡാഷ് ഓഫ് π/3 ആണല്ലോ. തീറ്റയ്ക്ക് π/3 എന്ന് കൊടുത്താൽ -3 ഇൻറ്റു സൈൻ 3 π/3 എന്ന് വരും അല്ലെ. തീറ്റയ്ക്ക് വരും π/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ. അപ്പൊ 3 ക്യാൻസൽ ചെയ്താൽ -3 ഇൻറ്റു സൈൻ π എന്ന് പറയും. സൈൻ π നമുക്കറിയാം അത് 0 ആണ്. അപ്പൊ അത് 0 എന്ന് വന്നു. ഓക്കെ, അപ്പൊ എഫ് ഡാഷ് ഓഫ് തീറ്റ നമുക്ക് കിട്ടി, ടാൻ തീറ്റ നമുക്ക് കിട്ടി. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സ്ലോപ്പ് ഈക്വൽ ടു dy by dx ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് തീറ്റ എന്ത് വന്നു? 0 വന്നു. സോ 0 ഇൻറ്റു ടാൻ തീറ്റ √3
പ്ലസ് എഫ് ഓഫ് തീറ്റ. എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാല് തന്ന ഫംഗ്ഷനിൽ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ആണല്ലോ. അപ്പൊ അതുകൂടി നമുക്കത് കണ്ടുപിടിക്കാം. കോസ് 3 തീറ്റയാണ് തന്നിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് π/3 ഈക്വൽ ടു കോസ് 3 ഇൻറ്റു π/3 എന്നാണ് വരിക ആണല്ലോ. തീറ്റയ്ക്ക് π/3. അപ്പൊ അതെന്ത് വരും? കോസ് പൈ എന്ന് പറയും. കോസ് പൈ നമുക്കറിയാം -1 ആണ്. കോസ് പൈ -1 ആണ്. അപ്പൊ അതുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് തീറ്റ വൺസ് അഗൈൻ എത്രയാണ്? 0 മൈനസ് എഫ് ഓഫ് തീറ്റ എത്രയാണ്? അത് -1 ഇൻറ്റു ടാൻ തീറ്റ എത്രയാണ്? √3. അപ്പൊ ഒന്ന് റീഅറേഞ്ച് ചെയ്താലോ. ഇത് 0 ആണ്, അത് -1 ആണ്. സോ -1 ഡിവൈഡഡ് ബൈ ഈ മൈനസ് മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ആവും. 1 ഇൻറ്റു √3 -1/√3. അതന്നെയാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. ആ സ്ലോപ്പ് -1/√3 ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ പ്രൂവ് ചെയ്തു. സോ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഫംഗ്ഷൻ തന്നിരിക്കും, അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. തീറ്റ തന്നിരിക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടാൻ തീറ്റ കണ്ടുപിടിക്കുക, എഫ് ഓഫ് തീറ്റ കണ്ടുപിടിക്കുക. എല്ലാം കൂടി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സ്ലോപ്പ് കിട്ടും. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ നോക്കാം. അവര് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിനെ സ്കെച്ച് ചെയ്യാനായിട്ട് ചോദിക്കും. ആ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ ആലോചിച്ച് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് നമ്മൾ സാധാരണ ഗ്രാഫിന്റെ എക്സും വൈയും മെസ്സേജ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മുടെ എക്സ് ഉണ്ട്, അതുപോലെ വൈ ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് അത് സിമെട്രിക്കൽ ആണോ എന്ന് ആദ്യം കണ്ടുപിടിക്കാം. എക്സിന് സിമെട്രിക്കൽ ആണോ, വൈക്ക് സിമെട്രിക്കൽ ആണോ, ഒറിജിന് സിമെട്രിക്കൽ ആണോ എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, ഒരു ഫംഗ്ഷൻ തന്നിട്ടുള്ളത് എക്സ് ആക്സിസിന് സിമെട്രിക്കൽ ആണെന്ന് വിചാരിക്കുക. എക്സ് ആക്സിസിന് മാത്രം സിമെട്രിക്കൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ 0 ഡിഗ്രി മുതൽ ഈ π ഡിഗ്രി വരെയുള്ള ഗ്രാഫിനെ മാത്രം വരച്ചാൽ മതി. 0 തൊട്ട് π വരെയുള്ള മാത്രം വരച്ചാൽ മതി. എന്നിട്ട് അത് എന്ത് കിട്ടുമോ അതിന് അതേപോലെ റിപ്പീറ്റ് ആയിട്ട് വരച്ചാൽ മതി. കാരണം എക്സ് ആക്സിസിന് സിമെട്രിക്കൽ ആണ്. അപ്പൊ അത് മാത്രം ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ 0 തൊട്ട് π വരെയുള്ള വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. എക്സിന് സിമെട്രിക്കൽ ആണെങ്കിൽ. എക്സിന് സിമെട്രിക്കൽ അല്ലെങ്കിൽ 0 തൊട്ട് 360 ഡിഗ്രി വരെ മൊത്തം കണ്ടുപിടിക്കണം. എന്നിട്ടേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി സപ്പോസ് നമ്മുടെ ഗ്രാഫ് വൈക്ക് സിമെട്രിക്കൽ ആണെന്ന് വിചാരിക്കാം. എക്സിന് സിമെട്രിക്കൽ അല്ല, വൈക്ക് മാത്രം സിമെട്രിക്കൽ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ π/2 തൊട്ട് 3π/2 വരെ കണ്ടുപിടിക്കാം. അതായത് 90 ഡിഗ്രി തൊട്ട് 270 ഡിഗ്രി വരെയുള്ള മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതിന് അതേപോലെ അങ്ങ് വരച്ചാൽ മതി. കാരണം വൈക്ക് സിമെട്രിക്കൽ ആണ്. അപ്പൊ അതുപോലെ അങ്ങ് വരച്ചാൽ മതി. അപ്പൊ ഇത് മാത്രം കണ്ടുപിടിക്കാം. സപ്പോസ് എക്സിനും വൈക്ക് സിമെട്രിക്കൽ ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം വരച്ചാൽ മതി. ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. എക്സിനും വൈക്ക് സിമെട്രിക്കൽ ആണെന്ന് വിചാരിക്കുക. സിമെട്രിക്കൽ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് മാത്രം കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം കണ്ടുപിടിച്ചു. അത് മാത്രം വരച്ചാൽ മതി. കണ്ടുപിടിച്ചാൽ മതി. ഞാൻ അങ്ങനെ ചെയ്താൽ മതി. കാരണം എക്സിന് സിമെട്രിക്കൽ ആണ്. എക്സിന് സിമെട്രിക്കൽ ആയതുകൊണ്ട് ഇവിടെ ഉള്ളതുപോലെ തന്നെ താഴെ വരും. അപ്പൊ നമ്മൾ എക്സ്ട്രാ കണ്ടുപിടിക്കേണ്ട. ഇത് വരച്ചിട്ട് അതിന് അതേപോലെ മാറ്റി വരച്ചാൽ മതി. ഈ വൈക്ക് സിമെട്രിക്കൽ ആണ്. അപ്പൊ അവിടെ എന്തുണ്ടോ അതേപോലെ ഇങ്ങോട്ട് വരും. ഇവിടെ എന്തുണ്ടോ അതേപോലെ ഇങ്ങോട്ട് വരും. ഞാൻ വരച്ചപ്പോൾ ഷേപ്പ് കുറച്ച് മാറിപ്പോകും. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരേപോലെ വരയ്ക്കാം. അത്ര തന്നെ. അപ്പോ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ബാക്കി നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. എക്സിനും വൈക്ക് സിമെട്രിക്കൽ ആണെങ്കിൽ. അപ്പൊ പോയിന്റ്സ് മനസ്സിലായല്ലോ. അപ്പൊ ഏതൊരു സിമെട്രിക്കൽ എന്ന് ആദ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എളുപ്പത്തിൽ ഗ്രാഫ് വരയ്ക്കാനായിട്ട് സാധിക്കും. ആ ഫിഗർ ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം നന്നായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പൊ നമുക്ക് അതിന്റെ കാര്യത്തിലോട്ട് എടുക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഏത് ക്വാഡ്രന്റില് ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു വെക്കണം. ഓക്കെ. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് പല ഫംഗ്ഷൻസും കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ പഠിക്കുന്നത് ആഷിഖ് സാറിന്റെ ട്യൂഷൻ സെന്ററിലാണ്. അപ്പൊ എന്താണ് നിങ്ങൾ പഠിക്കുന്നത്? ആഷിഖ് സാറിന്റെ ട്യൂഷൻ സെന്ററിലാണ്. ഓർത്ത് വെച്ചോളൂ. സോ എ ഫോർ ഓൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആയിരിക്കും. യെസ്. സെക്കൻഡ് ക്വാഡ്രന്റ് സൈനും അതിന്റെ കൂടെ വരുന്ന കൊസീക്കും. അപ്പൊ സൈനും കൊസീക്കുമാണ് ഈ സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റ് ടാനും കോട്ടുമാണ് പോസിറ്റീവ്. അപ്പൊ ഇവിടെ ടാനും കോട്ടും പോസിറ്റീവ് ആയിരിക്കും. ബാക്കി എല്ലാവരും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. ഫോർത്ത് ക്വാഡ്രന്റ് കോസും സീക്കും. സി ഫോർ കോസ് സീക്ക്. അവർ രണ്ടുപേരും മാത്രം പോസിറ്റീവ്, ബാക്കി എല്ലാവരും നെഗറ്റീവ്. അപ്പോൾ ഏത് ക്വാഡ്രന്റിൽ ആര് പോസിറ്റീവ് ആര് നെഗറ്റീവ് അറിഞ്ഞു വെക്കണം. ക്വാഡ്രന്റ് എവിടെ നിന്ന് എവിടെ വരെ എന്ന് അറിയണം. ഫസ്റ്റ് ക്വാഡ്രന്റ് 0 ഡിഗ്രി മുതൽ 90, സെക്കൻഡ് ക്വാഡ്രന്റ് 90 to 180, തേർഡ് ക്വാഡ്രന്റ് 180 to 270 ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് 270 to 360. അതും കൂടെ ഓർത്ത് വയ്ക്കാം. അപ്പൊ ASTC ആഷിഖ് സാറിന്റെ ട്യൂഷൻ സെന്റർ മാത്രം ഓർത്ത് വയ്ക്കാം. എവിടെ ആര് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളതൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് വരാം
പേജ് നമ്പർ 19. ചോദ്യം, ഗ്രാഫ് ദി ഫോളോവിംഗ് കോഴ്സ്. ഫസ്റ്റ് വൺ ഞാൻ ചെയ്ത് കാണിക്കാം. r = 1/2 പ്ലസ് sin θ. അതാണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ. r = 1/2 പ്ലസ് sin θ. ഇത് വരയ്ക്കാൻ ഒരല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, കാരണം ബോർഡിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു പെർഫെക്റ്റ്നെസ് ഒന്നും കിട്ടില്ല. പക്ഷെ നിങ്ങൾ നോട്ട് ബുക്കിൽ കറക്റ്റായിട്ടൊന്ന് വരച്ച് നോക്കാം, നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് വരും. കാരണം നിങ്ങൾ പാൻ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി നൈസായിട്ട് വരയ്ക്കാൻ പറ്റും. ഞാൻ ഈ മാർക്കർ ആയതുകൊണ്ട് കുറച്ചൊക്കെ എന്താണ് തിക്കായിട്ടായിരിക്കും ലൈൻസ് വരിക. പിന്നെ ഇങ്ങനെയാണോ വരയ്ക്കുക, അപ്പൊ അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി, ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ സിമെട്രിക്കൽ ആണോ അല്ലയോ നോക്കണം. എക്സിനാണോ വൈക്കാണോ ഒറിജിനാണോ ആർക്കൊക്കെ ആണെന്നുള്ളത് കണ്ടുപിടിക്കണം. നിങ്ങൾ എന്നെ കണ്ടുപിടിച്ചോളൂ. എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു. അപ്പൊ തൽക്കാലം ഞാൻ പറയാം, സൈൻ തീറ്റ ഏതും സിമെട്രിക്കൽ ഒന്നും അല്ല തൽക്കാലം. ഓക്കെ, അപ്പൊ സൈൻ തീറ്റ തൽക്കാലം സിമെട്രിക്കൽ ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ഫുൾ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. സിമെട്രിക്കൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെയുള്ള വാല്യൂസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. തൽക്കാലം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഫുള്ളും കണ്ടുപിടിക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഫുള്ളും കണ്ടുപിടിക്കേണ്ടത്? ഇത് തീറ്റ, ഇത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈൻ തീറ്റ, ഇത് ഹാഫ് പ്ലസ് സൈൻ തീറ്റ. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാർ. ഓക്കെ, അപ്പൊ തീറ്റ 0 ആവുമ്പോൾ 0 ഡിഗ്രി ആവുമ്പോൾ സൈൻ തീറ്റ എത്രയാണ്? 0. കാരണം സൈൻ 0 ആണ് നമുക്കറിയാം. അപ്പൊ ഇതെത്ര വരും? 0.5 എന്ന് വരും അല്ല. ഹാഫ് പ്ലസ് സൈൻ തീറ്റയാണ്, അത് 0.5 വരും ആണല്ലോ. ഓക്കെ, ഇനി 45 ഡിഗ്രി എടുക്കാം. ഞാൻ സാധാരണ 0, 45, 90, 135, 180, 225, 270, 350, 360 അങ്ങനെ എടുക്കാം. 45 വെച്ചിട്ട് ഞാൻ സാധാരണ എടുക്കുക. അത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 45 ഡിഗ്രി ആകുമ്പോൾ സൈൻ 45 എത്രയാണ്? നമുക്കറിയാം 1/√2 ആണ്. സൈൻ 45 1/√2 ആണ്. സോ സൈൻ 45 പ്ലസ് ഹാഫ് ആണ് അവിടെ പിന്നെ വരും. അപ്പൊ അത് എത്ര വരും? സൈൻ 45 അതായത് 1/√2 എന്ന് പറയുമ്പോൾ 0.707 ആണ്. അപ്പൊ 0.707 പ്ലസ് 0.5 എത്ര വരും? 1.207 വരും. 1.207. ഇനി 90 ഡിഗ്രി ആകുമ്പോഴോ? 90 ആകുമ്പോൾ സൈൻ 91 ആണ്. സോ അത് 1.5 വരും. ഇനി 135 ഡിഗ്രിയിലും അത് 1/√2 തന്നെയാണ്. സോ വൺസ് അഗൈൻ 1.207 വരും. 1/√2 എന്ന് വെച്ചാൽ എത്രയാണ്? 0.707 ആണ്. ഓക്കെ, ഞാൻ അടുത്തത് 180 ഡിഗ്രിയിലും സൈൻ 180 0 ആണ്. അപ്പൊ ആൻസർ ഇവിടെ 0.5 വരും. ഹാഫ് പ്ലസ് സൈൻ തീറ്റ എന്ത് വരും? 0.5 വരും. ഇനി 225 ഡിഗ്രിയിലാണെങ്കിലോ ഇത് മൈനസ് 1/√2 എന്നാണ് വരിക. 1/√2 എന്നുള്ളതിനെ ഞാൻ 0.707 തന്നെ ഇടാം. ഓക്കെ, അപ്പൊ മൈനസ് 0.707. അപ്പൊ അതൊന്ന് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് 0.207 ആണ് വരിക. ഓക്കെ, ഇനി 270 എടുക്കുമ്പോഴോ സൈൻ 270 അത് -1 ആണ്. സോ അത് മൈനസ് 0.5 എന്ന് വരും. ആൻഡ് 315 again മൈനസ് 0.707 മൈനസ് 0.207 അവിടെ വരും. ഫൈനലി 360 ഡിഗ്രി 0 ആണ്. സോ 0.5 എന്ന് വരും. സോ ഇതാണ് നമ്മൾ വാല്യൂസ് കിട്ടുക. അപ്പൊ വാല്യൂസ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സൈൻ്റെ വാല്യൂസ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. തീറ്റയുടെ വാല്യൂസ് സൈൻ തീറ്റ ഹാഫ് പ്ലസ് സൈൻ തീറ്റ. ഇതാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി ഇതിനെ ഗ്രാഫ് ആയിട്ടൊന്ന് വരയ്ക്കാം. അപ്പൊ ഗ്രാഫ് ആയിട്ട് വരയ്ക്കുമ്പോൾ മെഷർമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം, എന്നാലും നമുക്ക് ഗ്രാഫ് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഞാനിപ്പോ ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് ഒരു ഉദാഹരണത്തിൽ അങ്ങനെ വരച്ചിട്ട് പോവാം. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കിയോളൂ. അപ്പൊ ഇത് 0, ഇത് 0.5, ഇത് 1, ഇത് 1.5, ഇത് 2. ഓക്കെ, അതേപോലെ 0.5, 1, 1.5, 2. ഓക്കെ, അതേപോലെ മൈനസ് 0.5, -1, -1.5, -2. ഇവിടെ മൈനസ് 0.5, -1, -1.5, -2. ഞാൻ എഴുതിയ വാല്യൂസ് ഒക്കെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഉള്ള വാല്യൂസ് ആണ്. ഇവിടുത്തെ മൈനസും പ്ലസും എന്നിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. പോളാർ കോർഡിനേറ്റ്സ് വരയ്ക്കുമ്പോൾ പ്ലസ് എങ്ങനെ എടുക്കണം, മൈനസ് എങ്ങനെ എടുക്കണം എന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. തീറ്റ 0 എന്ന് വെച്ചാൽ നമ്മുടെ എക്സ് ആക്സിസ് ആണ് ആണല്ലോ. തീറ്റ 0 എന്ന് വെച്ചാലുള്ള അർത്ഥം നമ്മുടെ എക്സ് ആക്സിസ് ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്? 0.5. അപ്പൊ എക്സ് ആക്സിസിൽ 0.5. ഓക്കെ, മാർക്ക് ചെയ്തു. ഇനി തീറ്റ 45 ഡിഗ്രി ആകുമ്പോൾ അപ്പൊ ഞാൻ ചുമ്മാ 45 ഡിഗ്രി കാണിച്ചു തരാം. ഇതാണ് 45 ഡിഗ്രിയിലെ ലൈൻ വരിക ആണല്ലോ. അപ്പൊ എത്രയാണ് ആൻസർ? 1.207. അപ്പൊ 1.207 എന്ന് പറയുമ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി
ഇവിടെ ആയിട്ടായിരിക്കും വരിക, ഇവിടെ ആയിട്ടായിരിക്കും വരിക. അപ്പൊ ഈ ലൈനാണ് മാർക്ക് ചെയ്യുന്നത്, കാരണം ആ ലൈനാണ് 45 ഡിഗ്രിന്റെ ലൈന്. ഈ ലൈനാണ് π/4 45 ഡിഗ്രി ലൈൻ അതാണ്. അപ്പൊ ആ ലൈന് കറക്റ്റ് 1.207 മാർക്ക് ചെയ്യണം. ഞാൻ അപ്രോക്സിമേറ്റ്ലി കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ y ആക്സിസ് ആണ് 90 ഡിഗ്രിയുടെ ലൈൻ ആണല്ലോ. അപ്പൊ എത്രയാണ് വാല്യൂ? 1.5. സോ 1.5 ആണ്. അപ്പൊ ഈ 90 ഡിഗ്രിയിൽ 1.5 മാർക്ക് ചെയ്യും. ഓക്കെ. ഇനി 135 ഡിഗ്രി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? ഇതാണ് 135 ഡിഗ്രിയുടെ ലൈൻ വരിക ആണല്ലോ. അപ്പൊ എത്രയാണ് വാല്യൂ? അഗൈൻ 1.207. അപ്പോ കറക്റ്റ് ഇതിന് നേർക്ക് തന്നെയായിരിക്കും വരിക, ഇവിടെ ആയിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു മാത്രം. ഓക്കെ. അപ്പൊ നമുക്ക് തോന്നും ഇവിടെ മാർക്ക് ചെയ്തപ്പോ അത് -1.207 ആയിരിക്കില്ല എന്നൊക്കെ തോന്നും. അല്ല, കാർട്ടീഷ്യനിലാണ് ഒരു മൈനസ്. പോളാർ കോർഡിനേറ്റില് നമ്മുടെ ആ ഇനീഷ്യൽ ലൈനിന്റെ ആ ലൈനിൽ കൂടെ വരച്ചാലാണ് അത് പോസിറ്റീവ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരച്ചാലാണ് നെഗറ്റീവ്. ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് തന്നെയാണ് കറക്റ്റ് പോയിന്റ്. ഓക്കെ. ഇനി 180 ഡിഗ്രി. 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ആക്സിസ് ആണ്, ഇതാണ് 180 ഡിഗ്രി. അപ്പൊ എത്രയാണ് വാല്യൂ? 0 അല്ല 0.5. അപ്പൊ ഏത് പോയിന്റ് വരും? ഈ പോയിന്റ് വരും. അപ്പൊ വീണ്ടും തോന്നും അത് -0.5 അല്ലേന്ന്. അല്ല, ഇതാണ് നമ്മുടെ ലൈൻ. അപ്പൊ ആ ഡയറക്ഷനിൽ തന്നെ മാർക്ക് ചെയ്യുമ്പോഴാണ് അത് പോസിറ്റീവ് ആവുക. ഓക്കെ. അപ്പൊ ഇതാണ് 0.5 എന്നുള്ള പോയിന്റ്. 225 എങ്ങനെ വരിക? ഇതാണ് 225 അതിന്റെ ലൈൻ, ആ ആംഗുലർ ലൈൻ. അപ്പൊ എന്താ വാല്യൂ? -0.207. അപ്പൊ ശ്രദ്ധിച്ചോളൂ, നമ്മുടെ ഈ ലൈൻ വന്നിട്ടുള്ളത് താഴോട്ടേക്കാണ് ആണല്ലോ. ഇങ്ങനെ താഴോട്ടേക്കാണ് ഈ ലൈൻ വന്നിട്ടുള്ളത്. അപ്പോ ഈ ലൈനിൽ എവിടെ മാർക്ക് ചെയ്താലും ആ R വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ നമുക്ക് വരേണ്ടത് എങ്ങനെയാണ്? നെഗറ്റീവ് ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഈ ലൈന് നേരെ ഓപ്പോസിറ്റിൽ പോയി മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ 135യുടെ ലൈന്, സോറി 135 225യുടെ ലൈൻ ഇതാണ്. അപ്പൊ വാല്യൂ മൈനസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നു. അപ്പൊ 0.207 എന്നുള്ള വാല്യൂ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 0.207 വാല്യൂ ആണ്. പക്ഷെ നമ്മുടെ ലൈൻ ഇങ്ങോട്ടേക്ക് ആയതുകൊണ്ട് അത് -0.207 ആണ്. കിട്ടിയല്ലോ? കോൺസെപ്റ്റ് കിട്ടിയല്ലോ? ഓക്കെ. ഇവിടെ നോക്കാം. 270 എത്രയാണ്? -0.5. ഇതാണ് 270യുടെ ലൈൻ, താഴോട്ടേക്കുള്ള y ആക്സിസ്. അതാണ് നമ്മുടെ 270. പക്ഷെ വാല്യൂ -0.5 ആണ്. വെറും 0.5 ആണെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഇത് -0.5 ആയതുകൊണ്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. കിട്ടിയല്ലോ? അപ്പൊ അതാണ് നമ്മുടെ പോയിന്റ്. ഇനി അടുത്ത എവിടെയാണ്? 350ന്റെ ലൈൻ ഇങ്ങനെയാണ് വരിക. അപ്പോൾ -0.207. വൺസ് അഗൈൻ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്താലാണ് പോസിറ്റീവ്, നമുക്ക് വേണം നെഗറ്റീവ്. നേരെ മുകളിലോട്ട് പോയിട്ട് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ. ആൻഡ് ഫൈനലി 360യുടെ 0.5. ഇതാണ് 360യുടെ ലൈന്. 0.5 അത് തന്നെയാണ്, അവിടെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. കിട്ടിയല്ലോ? അല്ല, മനസ്സിലായല്ലോ? അപ്പൊ ഇവനൊക്കെ ജോയിൻ ചെയ്യണം, ഓർഡറിൽ ജോയിൻ ചെയ്യണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ശ്രദ്ധിച്ചോളൂ. ഞാൻ വരയ്ക്കുമ്പോൾ മനസ്സൊക്കെ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് വളവൊക്കെ ഉണ്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങിയാൽ നേരെ ഇതിലൂടെ പോയി ഇവിടെ പോയി ഇവിടെ പോയി എവിടെ വരണം? ഇതേതാണ് 90. 135 കഴിഞ്ഞാല് 180ക്ക് 0.5. അപ്പൊ ഇവിടെ വരണം, ഇവിടെ വരണം. ഓക്കെ. 180 കഴിഞ്ഞാൽ 225. ഇതാണ് 225. അപ്പൊ ഈ പോയിന്റ്. അപ്പൊ ഇവിടെ നിന്ന് നേരെ അവിടെ പോയി അവിടെ നിന്ന് അവിടേക്ക് വരണം 270. 270യുടെ പോയിന്റ് ഇതാണ്. ഇവിടെ പോയി പിന്നെ അവിടെ വരണം 350ന്റെ ഇവിടെ വരണം. ഇവിടെ വന്ന് 360യുടെ 0.5. അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ ഇതില് ഇവിടെ വരച്ചത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഇതിനെ ഇങ്ങനെ വിട്ടാൽ മതി. ഓക്കെ. അപ്പൊ ഒന്നല്ലോ ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടൊന്നും വരച്ചിട്ടില്ല എനിക്കറിയാം, എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് അതിന്റെ ഗ്രാഫ് വരിക. നിങ്ങൾ കുറച്ചുകൂടി പേനൊക്കെ ഉപയോഗിച്ച് വരച്ചാലേ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് വരും. ഓക്കെ. ഇതാണ് അതിന്റെ ഗ്രാഫ് വരിക. ആ ഓർഡർ ഒന്ന് പോയാൽ മാത്രം മതി. കേട്ടല്ലോ? അപ്പൊ അതുപോലെ താഴെ തന്നിട്ടുള്ള ഗ്രാഫിൽ നിങ്ങൾ എന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതെങ്കിലും കിട്ടിയില്ലെങ്കിൽ പറയുക, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ സിമ്മട്രിക്കൽ ആണോ അല്ലയോ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം വരയ്ക്കാൻ. ഇപ്പൊ സിമ്മട്രിക് അല്ലാത്തതാണ് ഇത്രയും കണ്ടുപിടിച്ചത്. സിമ്മട്രിക്കൽ ആണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഇടയിൽ വെച്ച് നിർത്തിയിട്ട് നേരെ അതിനെ അതേപോലെ വരച്ചാൽ മതിയായിരുന്നു. ഓക്കെ. അപ്പൊ ഗ്രാഫ് നന്നായിട്ട് നോക്കുക. അല്ല എവിടെയെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷനോ വല്ല ഡൗട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഓക്കെ. ഇനി ചാപ്റ്റർ നമുക്ക് നോക്കാനുള്ള അവസാനത്തെ കാര്യം
ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ പേജ് നമ്പർ 20 തന്നിട്ടുള്ള നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. സപ്ലിമെന്ററി പ്രോബ്ലത്തിൽ 20ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ r is equal to cos 4 θ തന്നിട്ടുണ്ട്. അപ്പൊ r is equal to cos 4 θ നമുക്ക് അത് ചെയ്ത് നോക്കാം. അതുപോലെ ബാക്കി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്തായിരുന്നു? r is equal to cos 4 θ. ഈ തന്നിട്ടുള്ളതാണ് f of θ. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതാണ് f of θ ആണല്ലോ. അപ്പൊ അത് തന്നിട്ട് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കാൻ അറിയാം? അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കാം. അപ്പൊ f dash of θ എന്ത് വരും? f dash of θ എന്ന് പറയുന്നത് ഞാൻ തന്നെ ബ്രാക്കറ്റ് ചെയ്താൽ -4 sin 4 θ ആണ് വരിക അല്ലെ. cos 4 θന്റെ -sin 4 θയും പിന്നെ 4 θയുടെ ഡെറിവേറ്റീവ് 4 ആണ്. രണ്ടും കൂടി ചേർത്തുമ്പോൾ -4 sin 4 θ എന്ന് വരും ആണല്ലോ. ഇനി അതേ തന്നെ ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. f double dash of θ. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് ഒന്നുകൂടി എടുക്കുമ്പോൾ അതെങ്ങനെ വരിക? -16 cos 4 θ എന്നാണ് വരിക അല്ലെ. കാരണം -4 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന് അങ്ങനെ തന്നെ നിർത്താം. sin 4 θയുടെ ഡെറിവേറ്റീവ് cos 4 θ പിന്നെ 4 θയുടെ ഡെറിവേറ്റീവ് വീണ്ടും 4. അപ്പൊ -4 × 4 -16. ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നുള്ളൂ. നിങ്ങൾ സ്റ്റെപ്പ് ആയിട്ടും ചെയ്ത് നോക്കാം. അപ്പൊ ഇത് രണ്ടും കിട്ടിയല്ലോ. അങ്ങനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. f dash of θ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അതിനർത്ഥം എന്താണ്? ഈ -4 sin 4 θ അതെന്താണ്? 0 ആണെന്ന് അർത്ഥം. അപ്പൊ ഇതെപ്പോഴാണ് 0 ആകുക? എന്തായാലും -4 0 ആകില്ല. അപ്പൊ sin 4 θ ആണ് 0 ആവേണ്ടത്. നമുക്കറിയാം sin 0യും 0 ആണ്, sin πയും 0 ആണ് ആണല്ലോ. അപ്പോ sin 4 θ ഈക്വൽ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? തീറ്റ 0 ആവണം അല്ലെങ്കിൽ തീറ്റ π/4 ആവണം അല്ലെ. നിങ്ങൾ പറഞ്ഞേ 4 θ 0 ആവണം അല്ലെങ്കിൽ π ആവണം. കാരണം sin 0 ആണ് 0. അപ്പൊ sin 4 θ എന്നുള്ളത് എന്താണ്? 0 ഡിഗ്രി ആണെങ്കിൽ 0. അപ്പൊ തീറ്റ 0 ആവണം. അപ്പൊ ഇത് മൊത്തത്തിൽ 0 ആവും. ഞാനല്ല തീറ്റ π/4 ആണെങ്കിലോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 4 × π/4. അപ്പൊ 4 4 ക്യാൻസൽ ആവും. sin π ആവും. sin π 0 ആവും. അങ്ങനെ ആണല്ലോ. അപ്പോൾ തീറ്റയുടെ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടി. ആ കിട്ടിയ വാല്യൂസിന് ആ സെക്കൻഡ് ഡെറിവേറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തീറ്റയ്ക്ക് 0 എന്ന് കൊടുത്താൽ f double dash of 0 equal to -16 × cos 0 എന്ന് വരും. കാരണം തീറ്റയ്ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. cos 0 എന്നാണ്. സോ ഈക്വൽ ടു -16 എന്ന് ആൻസർ വന്നു. ഇനി തീറ്റയ്ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? π/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? f double dash of π/4 equal to -16 × cos 4 × π/4 അല്ല. അപ്പോ ഈ 4/4 ക്യാൻസൽ ചെയ്താൽ -16 × cos π എത്രയാണ്? -1. -16 × -1 equal to 16 എന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെ രണ്ട് ആൻസർ കിട്ടിയല്ലോ. ഇതിൽ ഏറ്റവും വലിയ ആൻസർ എത്രയാണ്? 16 ആണ്. ചെറുത് എത്രയാണ്? -16 ആണ്. അതാണ് നമ്മൾ വിചാരിക്കുക. ശരി തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കുക, ഇതിന് വലിയ വാല്യൂ കിട്ടിയിട്ടുണ്ടല്ലോ. അതെപ്പോഴാണ് കിട്ടിയത്? തീറ്റയ്ക്ക് π/4 കൊടുത്തപ്പോ ആണല്ലോ. അപ്പോ ഈ തന്നിട്ടുള്ള ഫംഗ്ഷനില് തീറ്റയ്ക്ക് π/4 കൊടുക്കുക, അതാണ് മിനിമം വാല്യൂ. ശ്രദ്ധിച്ചോളൂ, അതാണ് മിനിമം വാല്യൂ, അല്ലാതെ മാക്സിമം വാല്യൂ അല്ല. നമുക്ക് ഇവിടെ മാക്സിമം കിട്ടിയതിന്റെ തീറ്റ വാല്യൂ തന്നിട്ടുള്ള f of θ ആ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ കിട്ടുന്നതാണ് മിനിമം വാല്യൂ. അതേപോലെ മിനിമം എപ്പോഴാണ് കിട്ടിയത്? തീറ്റയ്ക്ക് 0 കൊടുത്തപ്പോ ആ 0 നമ്മൾ ഇട്ട് കൊടുക്കുക. ആ കിട്ടുന്നതായിരിക്കും നമ്മുടെ മാക്സിമം വാല്യൂ. അപ്പോൾ മാക്സിമം വാല്യൂ ഈക്വൽ ടു f of 0 ആയിരിക്കും. കാരണം 0 കൊടുത്തപ്പോഴാണ് ഇവിടെ ചെറുത് വന്നത്. അപ്പൊ അതാണ് മാക്സിമം വാല്യൂ. അപ്പൊ എന്ത് വരും? cos 4 × 0, അതായത് cos 0, അതായത് 1 ആണ് ഇവിടുത്തെ മാക്സിമം വാല്യൂ. അതേപോലെ മിനിമം വാല്യൂ f of π/4. അപ്പൊ എഫിൽ π/4 കൊടുത്തു കഴിഞ്ഞാൽ cos 4 × π/4 ഈക്വൽ ടു cos π ഈക്വൽ ടു -1. അതാണ് നമ്മുടെ മിനിമം വാല്യൂ. സോ ഡിയേഴ്സ്, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചോദിക്കുക. ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സെമ്മിന്റെ കുറച്ച് ക്ലാസ്സുകൾ ഇടാൻ ബാക്കിയുള്ളത് എനിക്കറിയാം. ഞാൻ ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. ടെക്സ്റ്റ് കിട്ടിയ പോലെ ഞാൻ ആ ക്ലാസ്സുകളൂടെ അപ്ലോഡ് ചെയ്യാം. ആൻഡ് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ക്ലാസ്സുകൾ കൂടി ഞാൻ എന്റെ റെസ്പെക്റ്റീവ് ചാനൽസിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. സോ ആ ക്ലാസ്സുകളോട് കണ്ടു നോക്കാം. വീണ്ടും അടുത്ത ക്ലാസ് കണ്ടുമുട്ടാം. അതുവരെ ഇവിടെ വന്ന സൈനിങ് ഓഫ്. ഗുഡ് ബൈ.